ഇത് അനാത്തോളി മോസ്ക്വിൻ എന്ന റഷ്യൻ പണ്ഡിതന്റെ കഥയാണ്. അറിവും ഗവേഷണവും ജീവിതമാക്കിയ ഒരാൾ. ചരിത്രം, ഭാഷകൾ, നാടോടിക്കഥകൾ, പല വിഷയങ്ങളിൽ അദ്ദേഹം ആഴത്തിലുള്ള പഠനം നടത്തി. സാധാരണയായി ഒരു വിചിത്ര പക്ഷേ ബുദ്ധിമാനായ വ്യക്തിയായി തന്നെ അദ്ദേഹം അറിയപ്പെട്ടു. കാലക്രമേണ മരണവും ശ്മശാനങ്ങളും അദ്ദേഹത്തിന്റെ പ്രധാന പഠന വിഷയങ്ങളായി. ഒരു അക്കാഡമിക് താൽപര്യം പതിയെ അതിരുകടന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലെ ലോകം യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു തുടങ്ങി. ബാഹ്യലോകം കാണുന്നതുപോലെ അകത്ത് എല്ലാമുണ്ടായിരുന്നില്ല. 2011 അധികാരികൾ നടത്തിയ പരിശോധനയിൽ സമൂഹത്തെ ഞെട്ടിച്ച വിവരങ്ങൾ പുറത്തുവന്നു. അപ്പോൾ തന്നെ ഇത് സാധാരണ ഒരു ക്രിമിനൽ കേസല്ലെന്ന് വ്യക്തമായി. ഡോക്ടർമാരുടെ വിലയിരുത്തലിൽ അദ്ദേഹത്തിന് ഗുരുതരമായ മാനസിക രോഗങ്ങളുണ്ടെന്ന് കണ്ടെത്തി. നിയമം ചികിത്സയ്ക്കു മുൻഗണന നൽകി. ജയിൽ ശിക്ഷയ്ക്കു പകരം മാനസിക ചികിത്സയാണ് തീരുമാനമായത്. ഇന്ന് അനാറ്റോളി മോസ്ക്വിൻ ഒരു ചികിത്സാ സ്ഥാപനത്തിലെ തുടർച്ചയായ നിരീക്ഷണത്തിലാണ്. ഈ കഥ ഒരു മുന്നറിയിപ്പാണ്. മാനസികാരോഗ്യം അവഗണിച്ചാൽ അതിന്റെ പ്രതിഫലനം വ്യക്തിയെയും സമൂഹത്തെയും ബാധിക്കും. ഇത് ഭീതിപ്പെടുത്താനല്ല, ബോധവൽക്കരിക്കാനാണ്.